ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ, താൽക്കാലിക പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനസ് അമേരിക്കയിൽ പര്യടനം നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യ വളരെ നിരുപാധികം പിന്നെ അതിന് പെർമിഷൻ കൊടുത്തില്ല എന്നുള്ളതാണ്. നിരുപാധികം അതിനെ തള്ളിയിരിക്കുകയാണ്. തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന രീതിയിലാണ്. അത് ആ രീതിയിലല്ല, ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പം അവൈലബിലിറ്റി ഇല്ല, പ്രൈം മിനിസ്റ്ററിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. സബ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ സീക്രട്ടായിട്ട് പുള്ളിക്ക് ഒരു 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണായിട്ട് ചോദിച്ചിട്ട് അവസരങ്ങളൊന്നും കൊടുത്തില്ല, ഡിപ്ലോമാറ്റിക് രീതിയിലൊന്നും അവസരമൊന്നും കൊടുത്തില്ല. ഒരു 5 മിനിറ്റ് പേഴ്സണലായിട്ട് ക്ലോസ് ഡോർ മീറ്റിങ്ങിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വളരെ ജെന്റിലാണ് പുള്ളി സംസാരിക്കണമെന്ന് പറഞ്ഞു, നമ്മൾക്ക് സ്ലോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അതിന് കാരണങ്ങളൊന്നാണ്, കാരണങ്ങൾ 2-3 ഉണ്ട്. അത് ഒന്ന്, പുള്ളിക്ക് മറ്റേ ഷേഖ് ഹസീനയുടെ കാര്യം ഒന്ന് റിക്വസ്റ്റ് ഒന്ന് അവതരിപ്പിക്കണം. 2, ബംഗ്ലാദേശ് ഇന്ത്യക്ക് കുറച്ച് പൈസ തരാനുണ്ട്. അത് ഒരു 3 കമ്പനികൾക്കാണ് പേയ്മെൻറ്റ് തരാനുള്ളത്. അപ്പോൾ അതിൽ 3 കമ്പനികളിൽ നമ്പർ 1 PTC ഇന്ത്യ, പിന്നെ സെയിൽ എനർജി ഇന്ത്യ, പിന്നെ അദാനി, ഈ 3 പേർക്കാണ് പേയ്മെൻറ്റ് തരാനുള്ളത്. ഇതിനകത്ത് പുള്ളി പല കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ 2-3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, അദാനിക്ക് കൊടുക്കാനുള്ള ഒരു $80 ബില്യൺ ഒരു പേയ്മെൻറ്റ് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും, അതേപോലെ ഒരു ഈ കോൾ ഇറക്കിയതിന് കൽക്കരിയുടെ കാര്യത്തിലൊരു $50 മില്യൺ പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പുള്ളി ഈ പേയ്മെൻറ്റ്സിനെ കുറിച്ച് തന്നെയാണ് കൂടുതലും സംസാരിച്ചത്. അപ്പോൾ അതിൽ അദാനിക്ക്, പിന്നെ PTC ഇന്ത്യ, അതേപോലെ സെയിൽസ് എനർജി ഇന്ത്യ, ഇതേപോലുള്ള കുറേ കമ്പനികൾക്ക് ഒരു 200 ബില്യൺസ്, ഒരു 200 ബില്യൺ വെച്ചൊക്കെ പേയ്മെൻറ്റ്സ് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ മറ്റേ റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രഷറുണ്ട്, ഇവരുടെ ആണവോർജ്ജ നിലയത്തിൻ്റെ പിന്നെ പെൻഡിങ് അടയ്ക്കാതെ കിടക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കപ്പെട്ടത്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയെ കോൺടാക്ട് ചെയ്തിരുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രൈം മിനിസ്റ്റർ മോദി ശരിക്കും പറഞ്ഞത്, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇന്ത്യ ഫോമിൽ നിൽക്കുന്നതാണ് ആ നാട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മീറ്റിംഗ് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മീറ്റിംഗ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ പുള്ളി പറഞ്ഞ ഒരു കാര്യങ്ങളും തന്നെ പ്രൈം മിനിസ്റ്റർ മോദി അംഗീകരിച്ചിരുന്നില്ല. പിന്നെ കുറച്ച് കാലം കഴിയട്ടെ, എന്നിട്ട് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞിട്ട്, ഇത്തിരി സാവധാനം നമുക്ക് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞു വിട്ടത്. ഇത്ര അർജൻസി ആയിട്ട് മീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബംഗ്ലാദേശിൽ തന്നെ ഇപ്പം സിറ്റുവേഷൻസ് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ മീറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. അത് ശരിക്കും ഒഴിവാക്കിയതാണ്, അതായത് ഇപ്പം മീറ്റ് ചെയ്യാൻ സൗകര്യമില്ലാന്ന്. അപ്പോൾ നമുക്ക്, കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇയാളെ മീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണെന്ന് തന്നെ പറയാം. അപ്പോൾ മോദിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണിത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു തുക ഇന്ത്യയിലേക്ക് പേയ്മെൻറ്റ് അവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാവകാശം ചോദിച്ചുകൊണ്ടാണ്, കാരണം ഇതൊക്കെ റിക്കറൻറ്റ് പേയ്മെൻറ്റ്സ് ആണ്. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ലല്ലേ, അതൊക്കെ മന്ത്ലി റിക്കറൻ്റ് ആണ്. അത് എല്ലാ മാസവും നമുക്ക് വരുന്ന ചാർജസ് ആണ്, നമ്മൾ എടുക്കുന്ന ഒരു സർവീസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അതാണ് റിക്കറൻറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ വർഷവും വരുന്ന പേയ്മെൻറ്റ്സ് ആണെങ്കിൽ, എല്ലാ വർഷവും റിക്കറൻ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ആനുവലി ഒരു ടൈം ആ പേയ്മെൻറ്റ് വരും. മന്ത്ലി റിക്കറൻ്റ് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് പേയ്മെൻറ്റ് വരും. അപ്പോൾ ഈ കറണ്ട് ബില്ല്, ഇതേപോലെ നമ്മുടെ മന്ത്ലി എക്സ്പെൻസസുകളെല്ലാം, വാടക, ഇതൊക്കെ നമുക്ക് റിക്കറൻ്റ് ആണ്. അപ്പം അതുപോലത്തെ പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി അദാനി അവിടെ പിന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കറണ്ട് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ പവർ കട്ടാവുന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫാക്ടറീസ്, ഒരുപാട് തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ അവിടെ വീണ്ടും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരു മുൻകരുതലായിട്ട് ഒരു സംസാരത്തിനാണ് പുള്ളി ഒരു ബയലേറ്ററിലോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ലി ടോക്ക് ആവാം എന്നുള്ള നിലയിൽ കഥവ് തട്ടി നോക്കിയത്. പക്ഷേ ഇന്ത്യ അത് നിരസിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇന്ത്യ ഇപ്പം അത് എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ സംബന്ധിച്ച ഒരു സംസാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നു പറഞ്ഞാൽ, അവർ നേരെ അയാൾ നാട്ടിൽ വന്നതിന് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ചേർന്നിട്ട് അയാൾ ഷേഖ് ഹസീനയെ ചോദിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടി വന്ന ഒരാളാണ്. ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും അവരെ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്ത്യ ഗവൺമെൻറ് അല്ല, ഒരു രാജ്യം വിട്ടുകൊടുക്കത്തില്ല. എത്രയോ ആൾക്കാർ അഭയം തേടി പോയിട്ടുണ്ട്. അഫ്ഗാനിൻ്റെ പിന്നെ പഴയ പ്രൈം മിനിസ്റ്ററൊക്കെ പല രാജ്യങ്ങളിലല്ലേ, അതൊക്കെ ഇപ്പം വിട്ടുകൊടുക്കുന്നത് UAE-ലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല ആരും. ഏത് റിലേഷൻഷിപ്പ്, ഞങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ആ രീതിയിൽ വന്നോ, പക്ഷേ അഭയം തേടി വന്ന ആൾക്കാരെ തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല. ഇന്ത്യക്ക് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. ദലൈലാമയൊക്കെ വന്നിട്ട് എത്രയോ കാലങ്ങളായി. ചൈനയുമായിട്ടുള്ള ഒരു ബെനിഫിറ്റും പ്രോഫിറ്റും ബിസിനസ്സൊക്കെ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ ദലൈലാമയൊക്കെ നമ്മൾ എടുത്ത് എപ്പോഴേ കൊടുക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ കൊടുക്കത്തില്ല, അത്ര തന്നെ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഈ സെൻട്രൽ ഗവൺമെൻറ് വളരെ ഫോഴ്സ്ഫുള്ളി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശികളായിട്ടുള്ള കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കാനുള്ള ഏർപ്പാട് വളരെ നല്ല രീതിയിൽ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്, ഡീപ്പോർട്ടേഷന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് നമുക്ക് ഇന്ത്യക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് പല NGO സംഘടനകളിലുള്ള ആൾക്കാരും
തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് അൽ ഖ്വയ്ദയിലൊക്കെ ബന്ധമുണ്ടെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ഏജൻസി ആയിക്കോട്ടെ, NIA ആയിക്കോട്ടെ, എല്ലാം നല്ല തീവ്രമായിട്ടുള്ള സെർച്ചിങ്ങിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇവരെ അരിച്ചു പറക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നത് അറിയത്തില്ല. കാരണം പലർക്കും ID കാർഡ് ഉണ്ട്, പലരും പല വർഷങ്ങൾക്ക് മുമ്പേ വന്ന ആൾക്കാരാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാർക്ക് പല രേഖകളുണ്ടാവും. പക്ഷേ എന്നാലും ഈ ഒരു ഇടപെട്ട ഒരു 8-10 വർഷത്തിന് ഉള്ളിലൊക്കെ വന്ന് കുടിയേറിയ ആൾക്കാരെയൊക്കെ പിടിച്ച് അയക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും ബംഗ്ലാദേശികളെ അപമാനിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ പറഞ്ഞ് അപമാനിക്കുന്നൊന്നുമില്ല, നമ്മളിവിടെ ഇല്ലീഗലായിട്ട് വന്ന് താമസിക്കുന്ന സിറ്റിസൻസിനെ പിടിച്ച് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇന്ത്യ ഇതുനാൾ വരെ ബംഗ്ലാദേശിനെതിരെ ഇങ്ങനെ ഒരു നടപടിക്ക് പോയിട്ടില്ല. കാരണം അവർ നമ്മളുണ്ടാക്കി കൊടുത്ത ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പം തീർച്ചയായിട്ടും ഇതിന് പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരായിട്ടുള്ള ആൾക്കാരൊക്കെ മുതലെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാത്തത്. പിന്നെ അവരൊരു ചെറിയ സ്റ്റേറ്റ്, കുറച്ച് ആൾക്കാർ വന്ന് അവിടെ ഇരുന്ന് എന്തെങ്കിലും പിന്നെ ജോലി ചെയ്ത് ജീവിച്ച് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ ഇവർ വേറെ രീതിയിലാണ് മുതലെടുക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ജീവിതത്തിന് ഉപരിയായിട്ട്, ഇത് മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ഉപരിയായിട്ട് ഇവർക്ക് പിന്നെ മതവും മതത്തിനുള്ള തീവ്രമായ നിലപാടുകളൊക്കെയാണ് വലുതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇത് കൈവിട്ട കളിയാണല്ലോ, നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇവരെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവർ പല സ്ഥലത്തും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നെ ബംഗാൾ സ്റ്റേറ്റ്, നമ്മൾ ഇന്ത്യയിലുള്ള വെസ്റ്റ് ബംഗാളിലുള്ള ചീഫ് മിനിസ്റ്റർ ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. പണ്ട് തൊട്ടേ ഇവർ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവരിക, അവർക്ക് പിന്നെ ID കാർഡൊക്കെ കൊടുക്കുക, വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കുക. ഈ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ റൂമേഴ്സ് ആണോ അല്ലെങ്കിൽ എത്രമാത്രം ഇതിനകത്ത് സത്യസന്ധത ഉണ്ടെന്നുള്ളതൊക്കെ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ വായിച്ചത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ പതിയെ ഇവർ ബംഗാളിൻ്റെ ID കാർഡ് മേടിക്കുന്നു, ഇന്ത്യൻ ബംഗാളിൻ്റെ ID കാർഡ് മേടിക്കുന്നു, പിന്നെ ജാർഖണ്ഡിലേക്ക് കുടിയേറുന്നു, പിന്നെ അതുപോലെ ബീഹാറിൽ കുടിയേറുന്നു. ഇങ്ങനെ ഇവർ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പരന്ന് ജീവിക്കുകയാണ് ഇവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കുടിയേറ്റം നമുക്ക് തടയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ള വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൽ തന്നെ ഇത് വളരെ കൃത്യമായി ഈ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഉടനെ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ട് ഇവർ വളരെ നല്ല രീതിയിലുള്ള വിശാലമായ ബോർഡറാണ് ഷെയർ ചെയ്യുന്നത്. അപ്പുറത്ത് പിന്നെ ഈ ത്രിപുര മുതൽ അസാം മുതൽ ഇവിടെയൊക്കെ കിലോമീറ്റർ കണക്കിലുള്ള ബോർഡറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ ഡേറ്റാസ് എടുത്ത് അനലൈസ് ചെയ്ത് അവിടെയൊക്കെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എത്രയും വേഗം നടപ്പിലാക്കിയാൽ അത്ര നല്ലത്. പിന്നെ ഇവർ ഇപ്പോൾ ഈ മുഹമ്മദ് യൂനസ് ഇപ്പം വെളിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു $5 ബില്യൺ എവിടെയെങ്കിലും കടം മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറകിൽ പാകിസ്ഥാൻ നിൽപ്പുണ്ട്. അവർ ഏതാണ്ട് $7 ബില്യൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഈ അമേരിക്ക അവർ തന്നെ ആവശ്യം വരുമ്പോൾ നോട്ട് അടിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ആ രീതിയിൽ ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടി കൂടെ നോട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇത്തവണ ആരും തന്നെ കൊടുത്തില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വെറും കൈയോടെയാണ് മടക്കം. അപ്പം പാകിസ്ഥാനാണെങ്കിൽ 19ാമത്തെ ബെയിൽ ഔട്ടിനാണ് പോയിരിക്കുന്നത്. ഇത്രയും കടം മേടിച്ചിട്ടും അവിടെ മുന്നോട്ട് വരും. ഒരു കാര്യം പറയാം, കടം മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു രാജ്യം രക്ഷപ്പെടത്തില്ല. അവിടെ ഇന്റർണലി മാനുഫാക്ചറിങ് ഉണ്ടാക്കണം. ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ക്രൈസിസിലോട്ട് പോയിട്ട് എത്ര നാളായി? എന്തുകൊണ്ട് ഒരു കൃത്യമായ ഒരു ഫണ്ട് അവർക്ക് കിട്ടിയ കൃത്യമായ ഫണ്ട് അവർക്ക് വിനിയോഗിച്ച് ഒരു പ്രൊഡക്ഷനിലോട്ട് ഫോക്കസ് ചെയ്തുകൂടാ? അപ്പോൾ ഇതൊന്നും അവിടെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകുന്നത് പിന്നെ മിലിറ്ററിയിലുള്ള ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ഇഴയുന്നത്. മിലിറ്ററിക്കാരൊക്കെ പാകിസ്ഥാനിൽ നല്ല പിന്നെ പോഷായിട്ട് ജീവിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ദുബായിലൊക്കെ സ്വന്തമായിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം കൺട്രികളിൽ പല രാജ്യങ്ങളും പാകിസ്ഥാനിൽ നല്ല രീതിയിൽ അസറ്റ് ഉണ്ട്. പിന്നെ പലർക്കും UK നല്ല ഹോൾഡാണ്. UK പാർലമെന്റിൽ വരെ നല്ല ഹോൾഡുള്ള ആൾക്കാരാണ് പാകിസ്ഥാനികൾ. അപ്പം ഇമാതിരി പൊതുജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് അവസാനം ഈ വയറ് വീർത്ത് ഇങ്ങനെ ആവത്തേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ നാട് ദാരിദ്ര്യത്തിൽ ഇങ്ങനെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കണക്കിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സഹതാപമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിനെ നോക്കുക എന്നുള്ളതാണ്. ഇത്രയും ദാരിദ്ര്യത്തിൽ കിടന്നുകൊണ്ടും കശ്മീരിന്റെ ഇലക്ഷനിൽ ഇടപെടുക എന്നുള്ളതാണ്. ഈ ബംഗ്ലാദേശിൽ കിടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും പാകിസ്ഥാനിൽ കിടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും രണ്ടുപേരും കൂടി ചേർന്നിട്ട് കശ്മീർ ഇലക്ഷനെ കുറിച്ചാണ് ഇവരുടെ ചർച്ച. കശ്മീർ ഇലക്ഷനിൽ ഇവർ പറഞ്ഞിരിക്കുകയാണ്, കശ്മീരിന് സ്റ്റേറ്റ്മെൻഷിപ്പ് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനമായിട്ട് അവർ അതിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരണം, എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർക്ക് ആരുമായിട്ട് ബന്ധം എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാത്തത്. കോൺഗ്രസ് നമ്മുടെ നാട്ടിന് വേണ്ടിയുള്ള പാർട്ടിയാണോ അല്ലെങ്കിൽ പാകിസ്ഥാനും പിന്നെ ബംഗ്ലാദേശിനെയും വളർത്താനുള്ള പാർട്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ വളർത്താനുള്ള പാർട്ടിയോ അതൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൺഗ്രസ്സുകാർ കാണുന്നെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും ബയാസ്ഡ് ആയിട്ട് കാര്യം പറയുന്നില്ല, പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതാണ്. പിന്നെ ഈ കോൺഗ്രസ്സിൽ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഉണ്ടായ ഡാമേജ് ഇപ്പോൾ ഈ മോദി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മോദിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടാം. മോദിയുടെ അമേരിക്കൻ വിസിറ്റിൽ കുറച്ച് നിർണായകമായ കാര്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സിനും ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറേ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും.
അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ ഇടാം. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ ലെങ്ത് അങ്ങ് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കശ്മീരിൽ ഇടപെട്ടെന്ന് പറഞ്ഞില്ലേ, പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെൻഷിപ്പ് തിരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടുവരണം. അതിന് കൃത്യമായ മറുപടി രാജ്നാഥ് സിംഗ് കൊടുത്തിട്ടുണ്ട്. പുള്ളി മിനിഞ്ഞാന്ന് അവിടെ ഇലക്ഷൻ ക്യാമ്പയിന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് ഈ പാകിസ്ഥാൻ ഇപ്പോൾ IMFന്റെ പുറകിൽ നടക്കുകയല്ലേ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ബെയിലൗട്ടിന് വേണ്ടി നടക്കുകയല്ലേ. അപ്പോൾ അതിലാദ്യം കൂടുതൽ ഫോക്കസ് ചെയ്യൂ. കാരണം നമ്മൾ ജമ്മു കാശ്മീരിൽ കൊടുക്കുന്ന പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ ബെയിലൗട്ടിന് നിങ്ങൾ ചോദിച്ച എമൗണ്ടിനേക്കാളും കൂടുതൽ വരും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ബെയിലൗട്ടിന് നടക്കുന്നില്ലേ IMFന്റെ അവിടെ നിന്ന് കിട്ടുന്ന ലോൺ എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഇന്ത്യ ഒരു വർഷം കശ്മീരിൽ പെൻഷൻ ഫണ്ടായിട്ട് കൊടുക്കുന്ന രീതിയിൽ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കശ്മീരിൽ നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻഷിപ്പ് തിരിച്ചു കൊടുക്കും എന്നുള്ള വാഗ്ദാനം ആദ്യമേ 370 ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് പ്രകാരം തന്നെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. ഇതിലെന്താണ് ഒരു കോൺസ്പിറസി എന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഇത്രയും വിഷയങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ബംഗ്ലാദേശിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിലപാട്. ഈ തൽക്കാലം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് ഇല്ല. ഈ ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു ഗവൺമെന്റുമായിട്ട് ഇന്ത്യ ഇപ്പോൾ സംസാരിക്കാൻ തീരുമാനിക്കുന്നില്ല. അവർ നല്ല രീതിയിൽ കുഴിയിൽ വീണ് പാഠങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. ആ സമയത്ത് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കും. ഇപ്പം മുഹമ്മദ് മൊയ്സുമൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ അടക്കം ഒതുക്കമൊക്കെ പഠിച്ചിരിക്കുന്നില്ലേ, അതേപോലെ ഒരു അടക്കം ഒതുക്കമൊക്കെ പഠിച്ച് കുറച്ച് വിവരമൊക്കെ വെച്ചിട്ട് വരൂ. അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്നാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തുടർന്ന് വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.